Hi friends, Modification മച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 മോഡൽ ഒരു അടിപൊളി ബുള്ളറ്റ് കാണാണ്ട് വന്നതാണ്. ബുള്ളറ്റ് കാണുന്നതിന് മുന്നായിട്ട് തൃശ്ശൂർ ജില്ലയിലെ ഒരു വെറൈറ്റി സംഭവം കാണാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ കുണ്ടായിലാണ് മിറാക്കി സെറാമിക് ലാബിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാറിലുള്ള ഉള്ളിലൊക്കെ വൈറസ് കയറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതെങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോഗ് മെഷീനാണ്. ഫോഗ് മെഷീനിൽ നമ്മൾ ലിക്വിഡ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എങ്ങനെയാണ് കാറിലുള്ള വൈറസ് കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യണമെന്നത് ജസ്റ്റ് ഒന്ന് നമുക്ക് കാണിച്ചില്ല. സാനിറ്റൈസേഷൻ കഴിഞ്ഞ് വണ്ടിയുടെ ഫ്രഷ് ഫീൽഡ് നമുക്ക് കസ്റ്റമർക്ക് ഡെലിവറി കൊടുക്കാവുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ വണ്ടി നിർത്തിയിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ പേര് മെറാക്കി എന്നാണ്. നമുക്ക് തൃശ്ശൂർ ജില്ലയിൽ അന്നമനടയിലും കുണ്ടായിലും ഓരോ ഷോപ്പുണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെറാമിക് റൂമിലാണ്, മെറാക്കിയുടെ സെറാമിക് റൂമിലാണ്. ഇതെൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടോ, അതിൽ വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിക്വിഡ് ആണെങ്കിലും മെഷീൻ ആണെങ്കിലും ഒക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ വന്നിട്ടുള്ളത് മൂവാറ്റുപുഴയാണ്. ഈ ഒരു ബുള്ളറ്റിന്റെ ഓണറാണ് ജിൻസൺ ചേട്ടൻ. ജിൻസേട്ടൻ, ഈ ബുള്ളറ്റ് ഇങ്ങനെ ചെയ്യാനായിട്ടുള്ള ഒരു കാരണം എന്താണ്? ഇത് 96 മോഡൽ ബുള്ളറ്റ് അല്ലേ? ഞാനൊരു പഴയ വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് കുറേ നാൾ ഇങ്ങനെ കൊണ്ടു നടന്നു. അത് കഴിഞ്ഞാൽ ഗൾഫിൽ വണ്ടി വീട്ടിൽ ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഗൾഫിലിരിക്കുമ്പോൾ ചുമ്മാ ഇരിക്കുമ്പോൾ വേറെ പണിയൊന്നുമില്ല. യൂട്യൂബിൽ കയറി വീഡിയോ കണ്ടിരുമ്പോൾ കുറേ ബുള്ളറ്റ് മോഡിഫൈ ചെയ്ത് കണ്ടു. അപ്പോൾ ഞാൻ ഇതിൽ കയറിയിട്ട് കുറേ നോക്കി. എന്നിട്ട് അന്നേരം എനിക്ക് ഇവരുടെ ഈ വർക്ക്ഷോപ്പുകാരുടെ നമ്പർ കിട്ടുന്നത്. പിന്നെ അവരെ വിളിച്ചു, എൻ്റെ വണ്ടിയുണ്ട്, നല്ല രീതിയിൽ മോഡിഫൈ ചെയ്ത് തരാമെന്ന് ചോദിച്ചു. പക്ഷേ ഇതുപോലത്തെ വണ്ടി അവിടെ മോഡിഫൈ ചെയ്താൽ കണ്ടിട്ടില്ല. എന്നിട്ട് ഞാൻ അവിടുന്ന് ഗൾഫിൽ നിന്ന് ഒരു അമേരിക്കൻ മോഡൽ വണ്ടിയുടെ മോഡലെടുത്ത് കൊടുത്തു. അപ്പോൾ അവരോട് അതുപോലെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് ഇത് ചെയ്തതാണ്, പൈസയൊന്നും നോക്കിയില്ല. ഇത് എവിടെ മോഡിഫിക്കേഷൻ? തൃശ്ശൂരാണ്, ചാലക്കുടിയും തൃശ്ശൂരിൻ്റെ ഇടയ്ക്ക്. ഈ മോഡിഫിക്കേഷൻ ചെയ്തേക്കുന്ന ഓരോ ഭാഗങ്ങളുണ്ടല്ലോ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ നമുക്കൊന്ന് നോക്കാം. ജിൻസേട്ടാ, അപ്പോൾ ഇതിൻ്റെ ടാങ്ക് ഒരു വെറൈറ്റി ടാങ്കാണ്. കാരണം ഈ സൈഡൊക്കെ പരത്തി വെച്ചേക്കുന്നത്. ഈ ടാങ്ക് ഏത് വണ്ടിയിട്ടാണ്? നമ്മുടെ RX100 ഇല്ലേ, RX100 ടാങ്ക് സെപ്പറേറ്റ് എടുത്തിട്ട് അവർ ലേത്തി കൊണ്ട് പരത്തിയേക്കണാണ്. ഇത് ഇങ്ങനെ ചെയ്തപ്പോഴാണ് ആ ഒരു ഭംഗി, ഇരുത്തം വന്നു, അങ്ങനെ വന്നു. ഹാർലിയുടെ ഒരു ചെറിയ ഇതിലേക്കാണ് പരത്തിയേക്കണത്. പിന്നെ ഇതിന് ഉപയോഗിച്ച ഈ ഹാൻഡില്, അത് 3 പീസ് ഹാൻഡിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്താണ്. 9,000 രൂപ വിലയാണ്. 9,000 വരും. പിന്നെ ഇതിന്റെ മീറ്റർ കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് വെച്ചെന്തല്ലേ? അതെല്ലാം സെപ്പറേറ്റ്, ആമ്പും എല്ലാം സെപ്പറേറ്റ് നമ്മൾ വെച്ചേക്കണം. ഇതൊക്കെ ചെയ്തതിന് എത്ര രൂപ വന്നിട്ടുണ്ടാവും? അതെല്ലാം ചെയ്തതിന് ഒരു 5-8 രൂപ അടുത്ത് വന്നാണ് ബില്ലിൽ കണ്ടേക്കണത്. എല്ലാം ലൈറ്റും അതിൻ്റെ ഇതെല്ലാം കൂടെ. ഇനി ഇതിന്റെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ അടിപൊളി നല്ല LED ഒരു ലൈറ്റ്
വെച്ചിട്ടുണ്ട്. അതുപോലെ ഈ 2 ഫോഗ് ലാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഇൻഡിക്കേറ്റർ സെപ്പറേറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ കളറും ഇതിൻ്റെ ഒരു ചെറിയ മോഡൽ ഇൻഡിക്കേറ്റർ വെച്ചേക്കുന്നത്. വലിയ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിൽവർ കളറുള്ള മറ്റേ സാധാ ബുള്ളിൻ്റെ കിട്ടണേ. നമ്മൾ ഫ്രണ്ടിൻ്റെ വണ്ടിയുടെ ഷേപ്പൊക്കെ മൊത്തം മാറ്റിയപ്പോൾ അത് ഇതിന് ചേരില്ല എന്നൊരു ഇത് അവൻ്റെ സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവൻ്റെ ഐഡിയക്ക് തന്നെ ഇത് ചെയ്യും. ഓൾറെഡി അവര് നമുക്ക് പകുതി ഐഡിയ അവർ തന്നെയാണ്. അവര് മെസ്സേജ് നമുക്ക് തരും, പടം തന്നെ അയച്ചുകൊണ്ടിരിക്കില്ല, ഇത് ചെയ്താൽ മതി ചെയ്തോളം പറഞ്ഞാൽ ഫുള്ള് സാധനം കൊടുത്തേക്ക് പറഞ്ഞു. എന്തുകൊണ്ട് ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. ഇതിന്റെ അലോയ് വീല് എന്ത് വില വന്നിട്ടുണ്ട്? അലോയിൽ 9,000 രൂപ റേറ്റ് വന്ന് അലോയിലാണ്. ഇത് അവര് തന്നെ സെറ്റ് ചെയ്ത് അവർ 4-5 എണ്ണത്തിന്റെ പടം അയച്ചു തന്നു. ഞാൻ ഗൾഫിലാവുന്ന സമയത്ത്. ആ സമയത്താണ് ഞാൻ പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് എപ്പോഴും തിരിച്ചു കൊടുക്കുമ്പോൾ അവരത്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് നമ്മൾ ചെയ്തേക്കണല്ലേ. അതുപോലെ ഇതിന്റെ സീറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഡബിൾ സീറ്റാണ് വെച്ചേക്കണേ. പക്ഷെ ഇപ്പൊ നിലവിൽ സിംഗിൾ സീറ്റാണ്. അതൊരു ഭംഗിയുടെ വണ്ടിക്ക് ഇപ്പോൾ ഒരു ഭംഗി കിട്ടുന്നുണ്ടെങ്കിൽ സിംഗിൾ സീറ്റ് വെക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ സൈലൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 9,000 രൂപ സൈലൻസറാണ്. ഇതൊരു അധികം പൊട്ടാത്ത സൗണ്ട്, വലിയ സൗണ്ടല്ല, ഒരു മീഡിയത്തിൽ ഒരു മിനിമം സൗണ്ട് ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും നല്ല രസമാണ് കേൾക്കാനൊക്കെ ആയിട്ട്. ഇത് എന്ത് വിലയ്ക്ക് മേടിച്ചത്? ഞാനിത് 1,17 കൊടുത്താണ് മേടിച്ചത്. ഞങ്ങളുടെ അടുത്തിട്ട് എൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് തന്നെ മേടിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു 2 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഗൾഫിൽ പോണത്. ഇപ്പോൾ ഗൾഫിൽ പോയപ്പോൾ വണ്ടി ഇരുന്ന് പോയി. അപ്പോൾ മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വണ്ടിക്ക് സൈഡിലൊക്കെ തുരുമ്പൊക്കെ ആയി. അപ്പോൾ അനിയും പടം എടുത്ത് വണ്ടി ഒന്ന് പണിയിപ്പിക്കാമെന്ന് വെച്ച് ഞാൻ അങ്ങനെയാണ് ഈ വണ്ടി കൊടുക്കുന്നത്. ഇത് കൊടുത്തിട്ട് പ്രളയം വന്നു, ഒന്നാമത്തെ പ്രളയം കഴിഞ്ഞ് പിന്നെ കൊടുത്തിട്ട് 1 വർഷം കഴിഞ്ഞ് വണ്ടി ഇരിക്കുക തന്നെ അവർ. അപ്പോൾ 1 കൊല്ലത്തോളം അവരുടെ കയ്യിലും വണ്ടി ഇരുന്നു. അപ്പോൾ വണ്ടി അങ്ങനെ ഇരുത്തി പണിത് വണ്ടി കയറ്റിയിട്ടതാണ്. ഞാൻ അവിടെ അല്ലേ ഇപ്പോൾ തെറുതി പിടിച്ച് പണിയുണ്ടല്ലോ. വേറെ പ്രളയം കഴിഞ്ഞപ്പോൾ ഒരുപാട് വണ്ടികൾ വേറെ ചെന്നു അവർക്ക്, ഈ വെള്ളം കയറിയ വണ്ടികൾ. അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ ലേറ്റായിട്ടാണ് പണിതിറക്കിയത്. അപ്പോൾ അത് പിന്നെയും മോഡൽ അദ്ദേഹം സെറ്റപ്പാക്കി ഇരുന്ന് പണിത് നല്ല റെഡി ആയിട്ടുണ്ടെന്ന് വണ്ടിയായിരുന്നു. ഇത് ഇത്രയും ഭാഗമൊക്കെ ചെയ്ത് വന്നപ്പോൾ എന്ത് റേറ്റ് വന്നിട്ടുണ്ടാവും? ഏകദേശം 1,34,000 രൂപ. 1,34,000 രൂപ വന്നിട്ടുണ്ടാവും. 4,000 ഡിസ്കൗണ്ട് വന്നിട്ടുണ്ട്. 1,30 അല്ലേ? പിന്നെ ഇത് സെയിലാക്കാനായിട്ട് കാരണം എന്താണ്? സെയിലാക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ സെയിലാക്കാനല്ല, എനിക്കിപ്പോൾ അത്രയൊരു യൂസ് ഇല്ല വണ്ടി. എനിക്ക് വേറെ കാറുണ്ട്, വേറൊരു ബൈക്കുണ്ട്, പൾസറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അനിയനൂടെ ഇല്ല, അനിയൻ പുറത്താണ്. പിന്നെ അങ്ങനെ സെയിലാക്കണം ഒരു നിർബന്ധം എനിക്കില്ല. ഞാൻ മുമ്പ് ഇങ്ങനെ വണ്ടി ഒന്നും ഇതാവട്ടെ എന്ന് പറഞ്ഞ് സെയിലിന് വേണ്ടി ഇട്ടാക്കണം. അല്ല എനിക്കൊരു നിർബന്ധം വേണ്ടി സെയിലാക്കണമെന്നില്ല. പിന്നെ വന്നു കഴിഞ്ഞാൽ കൊടുക്കാം, അത് തന്നെ അത്ര ഉദ്ദേശിച്ചു. അപ്പോൾ എന്ത് വിലയാണ് ഉദ്ദേശിക്കുന്നത്? ഞാൻ ആദ്യം OLX-ൽ ഇട്ടത് 2.5 രൂപയ്ക്ക് ഇട്ട്. അപ്പോൾ 2.15 ആൾക്കാർ പറഞ്ഞു. അത് ഞാൻ കൊടുത്തില്ല, കൊടുക്കാൻ താല്പര്യമില്ലല്ലോ. അങ്ങനെയൊക്കെ ഉദ്ദേശിച്ച് നിൽക്കണം. ഒരു 2.15 കിട്ടിക്കഴിഞ്ഞാൽ കൊടുക്കും അല്ലേ? കൊടുക്കാൻ ഒന്ന് വിചാരിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല കിടു വണ്ടിയാണ്. അപ്പോൾ താല്പര്യമുള്ളവർ ജിൻസിനെയാണ് വിളിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി വരുന്നതായിരിക്കും.